പത്തനംതിട്ട അടൂരിൽ കാർ അപകടത്തിൽ മരിച്ച ഹാഷിമിന്റെയും അനുജയുടെയും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങിയ അന്വേഷണ സംഘം ഇരുവരുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഇനിയും വൈകും. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി. പ്രവീൺ, ഇതിനകത്ത് അന്വേഷണം ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം? നികേഷ്, ഈ പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിലെ ഈ ഒരു അപകടം സംബന്ധിച്ച് നേരത്തെ തന്നെ പോലീസിന് സംശയങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം RTO എൻഫോഴ്സ്മെന്റിന്റെ ഒരു റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. അതിൽ തന്നെ ഈ ഹാഷിം കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മറ്റൊന്ന്, ഈ കാറിന് മറ്റ് സാങ്കേതിക തകരാറുകൾ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് ഇരുവരും മരണപ്പെട്ടതിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരുന്നതിനായി അന്വേഷണ സംഘം ഊർജിതമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ തുടരുന്നത്. അതിൽ പ്രധാനമായും ഇരുവർക്കും SBIയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ബാങ്ക് അവധിയൊക്കെ ആയിരുന്നതിനാൽ അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ SBIയിലെ ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് എടുക്കും. ഇരുവരും തമ്മിൽ പണം കൈമാറ്റം അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് പോലീസ് പ്രധാനമായും നോക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ബാങ്കുകളിൽ ഇവർക്ക് അക്കൗണ്ട് ഉണ്ടോ എന്നത് സംബന്ധിച്ച് ലീഡ് ബാങ്കിൽ നിന്ന് തന്നെ വിവരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, സാമ്പത്തിക പ്രശ്നങ്ങളാണോ ഇരുവരും തമ്മിലുള്ള തർക്കത്തിലേക്കും പിന്നീട് ഇത്തരത്തിൽ വാഹനം കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോയത് എന്നൊരു സംശയം പോലീസിനുണ്ട്. മറ്റൊന്ന്, ഇരുവരുടെയും ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന ഫലം അത് ഇനിയും വൈകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നേരത്തെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ അപകടത്തിൽ ഉണ്ടായ പരിക്കുകളാണ് ഇരുവരുടെയും മരണത്തിന് കാരണമായതെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ പോലീസിന് മറ്റ് ചില സംശയങ്ങൾ കൂടിയുണ്ട്. എന്തെങ്കിലും വിഷാംശങ്ങൾ, മറ്റേതെങ്കിലും രാസപദാർത്ഥങ്ങൾ ഇവരുടെ ശരീരത്തിൽ എത്തിയിരുന്നോ എന്നിവ സംബന്ധിച്ചൊക്കെ അതെല്ലാം വിശദമായിട്ടുള്ള ഈ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നതിന് ശേഷമേ വ്യക്തമാകുകയുള്ളൂ. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുവരുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു എന്നുള്ളതാണ്. ഈ അപകടത്തിന് ശേഷം 2 ഫോണുകൾ ഈ അന്വേഷണ സംഘത്തിന്റെ കൈവശം ലഭിച്ചിരുന്നു. പക്ഷേ അതിൽ ഈ ഫോൺ ഓപ്പൺ ചെയ്യാനുള്ളൊരു ശ്രമം പോലീസ് നടത്തിയില്ല. കാരണം അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് കോടതിയിൽ കേസ് വരുമ്പോൾ അതിലേതെങ്കിലും കൃത്രിമത്വം കാണിച്ചോ എന്ന് ഒരുപക്ഷെ എതിർഭാഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫോൺ സുരക്ഷിതമായി കോടതിയിൽ ഏൽപ്പിക്കുകയും പിന്നീട് അതിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അതേ രീതിയിൽ ഇപ്പോൾ അയക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ശ്രമം പോലീസ് നടത്തും.